രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. വീക്കെൻഡ് ആയോണ്ടോ തോന്നുന്നു ഡേസൂട്ടിയുടെ ഒരു ഫ്രണ്ട്സിനെയും കണ്ടില്ല. നടക്ക് നടക്ക്, ഗുഡ് മോർണിംഗ് അല്ലേ, നടക്ക്. വാ കം. എന്താ പ്രശ്നം? എന്താ ചങ്കിടം? തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കണ്ടായിരുന്നു, പക്ഷെ ആരും കണ്ടില്ല കേട്ടാ. എന്താണ് നോക്കണം? എന്താ നിന്നിട്ട് ഡേസൂട്ടിയുടെ നടത്തം കണ്ടിട്ട് കുറേ ദിവസമായില്ലേ? ലംബോ, അച്ഛച്ചേടി അച്ഛമ്മയുടെ വീട്ടിൽ പോയി വരുന്ന വരവാണ് ട്ടാ. വാ വാ, ആ വാ, വരൂ വരൂ, വീട്ടിലേക്ക് വാ. അവിടെ അല്ല, ഇങ്ങോട്ട് വാ. അവിടെ ആരും ഇല്ല, ഇവിടെ വാ. അവരവിടെ ഇല്ല, വാ. ഇല്ല ഇല്ല, ആരുമില്ല. ആ ജനലിന്റെ ഉള്ളിൽ കൂടി നോക്ക്. എന്തേ, എങ്ങോട്ടാ? ഇവിടെ വാ, അവിടെ ഒന്നും ആരുമില്ല. അവൾക്ക് മിറർ പേടിയാ. ശ്രദ്ധിക്കണേ. സൃജനയുള്ളപ്പോഴേ ഞങ്ങൾ കിടന്ന റൂമിന്റെ ആ ഡോറിന്റെ അവിടെ നിന്ന് അടുക്കളയുടെ ഡൈനിങ് റൂമിന്റെ അവിടെ നോക്കി അങ്ങനെ നോക്കി ഇതുപോലെ എപ്പോഴെങ്കിലും ഞാൻ അമ്മ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കാനേ അച്ഛമ്മക്ക് തരുവാണ് മാല. കൊക്കോ ഇല്ലാതെ അതാ താഴെ പോയി. അച്ഛമ്മക്ക് കൊക്കട്ടെ, അതൊന്നും വിഷയമല്ല. ഇപ്പൊ ഞങ്ങളുടെ ശ്രദ്ധ പറയാണ്. ഞാൻ പറയാം, കഴിഞ്ഞ ഞാൻ പെൺകുട്ടിയായിരുന്നു അത്. അതാണ് പൊട്ടോടുമ്പോൾ എന്തൊക്കെ മിണ്ടാണ്ടിരിക്കുന്നത്. എന്താ ചെയ്തിട്ട് കാര്യം അവിടെ ശ്രദ്ധ മുഴുവൻ എന്തോ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ചെറുതാണ് കുറച്ച് വന്നത്. ആ ഇല്ല മുന്നോ, നമുക്ക് പോകുമ്പോ നോക്കാട്ടോ. ഇഫ്താർ പാർട്ടി നോമ്പ് തുറക്കാൻ വെച്ച കുറച്ച് സാധനങ്ങൾ വേറൊരാള് 15 മിനിറ്റിന്റെ നോമ്പ് തുറന്നിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ വീണ്ടും നോമ്പെടുക്കും അടുത്ത 10 മിനിറ്റിന്. ഇനി വേറെ വല്ലതും റെഡി അംശ ഒരു മൈൻഡ് മുഖത്തൊക്കെ തിന്നും. ഓക്കെ, ഉണ്ണിയേട്ടൻ്റെ ഓഫീസിൻ്റെ അടുത്തൊരു പുതിയ കേരള റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇഫ്താർ പാർട്ടിയുടെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും. അങ്ങനെ വന്നതാണ് ഞങ്ങൾ. ഇപ്പോൾ ഡേസൂട്ടിക്ക് കട്ട് ഫ്രൂട്ട്സ് അവൾക്ക് ഇഷ്ടമാണ്, കഴിക്കുകയും ചെയ്യും. സേഫുമാണ്. ഗോലടിച്ച് തിന്നണ്ട, ശീലാണ്. ശീലമുള്ള കാര്യല്ലേ. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴേ ഈ കുഞ്ഞിക്കുമ്പ നിറയ്ക്കാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ കട്ട് ഫ്രൂട്ട്സ്. പപ്പായും വാട്ടർമെലനും മസ്മല് ഒക്കെ അവർക്ക് കഴിക്കാൻ പറ്റുന്നത് കൊടുക്കാൻ പറ്റിയ നല്ല കാര്യമല്ലേ. ചേർന്നോട്ടാ.